ദേശീയ രാഷ്ട്രീയത്തിന് വളരെ പ്രസക്തമായൊരു വിധിയെഴുത്താണ് നടക്കാൻ പോകുന്നത്. കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഇവിടുത്തെ സംസ്ഥാന ഭരണം നിലനിർത്തുക, അങ്ങനെ രണ്ട് ഇരട്ട ബാധ്യത പിന്നെ JDU-വിനുണ്ട്. നിതീഷിന് എത്രത്തോളം BJP ആവശ്യമുണ്ടോ അതിൻ്റെ 10 മടങ്ങാണ് BJPക്കും മോദിക്കും നിതീഷിന് ആവശ്യമെന്നതാണ് യാഥാർത്ഥ്യം. ഇത്തവണത്തെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ബീഹാറിൽ മാത്രമല്ല ഡൽഹിയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ബീഹാറിൽ NDAക്ക് അടിതെറ്റിയാൽ ഡൽഹിയിൽ മോദിക്ക് വരെ അടിതെറ്റാം, മോദി വീഴാമെന്ന് വരെ പറയുന്നവർ ഉണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനോടായി എന്നോടൊപ്പം മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ഡൽഹി ബ്യൂറോ ചീഫ് മനോജ് മേനോനുണ്ട്. മനോജ് മേനോൻ ദീർഘകാലം ബീഹാർ രാഷ്ട്രീയം കവർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, ദേശീയ രാഷ്ട്രീയം കവർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, സർവോപരി BJP ബീറ്റ് ദീർഘകാലമായി കവർ ചെയ്യുന്ന വ്യക്തി കൂടിയാണ്. മനോട്ട്, എന്ത് പ്രതിഫലനമായിരിക്കും ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്? ബാലു, ഇത് ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ട് കേവലം അതിൻ്റെ ഒരു പരിമിതിക്കുള്ളിൽ നമുക്ക് ഒതുക്കാൻ സാധിക്കില്ല. ദേശീയ രാഷ്ട്രീയത്തിന് വളരെ പ്രസക്തമായൊരു വിധിയെഴുത്താണ് നടക്കാൻ പോകുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ നേതൃത്വത്തിലാണിപ്പോൾ ഇവിടെ ഇലക്ഷൻ നേരിടുന്നത്. BJP-യുടെ രണ്ടാമത്തെ പാർട്ടിയാണ്, ഒന്നാമത്തെ പാർട്ടി JDU ആണ്. ഇപ്പോൾ 2020 സ്ഥിതിവിശേഷമല്ല പിന്നെ ഈ കുറി ഉണ്ടായിരിക്കുന്നത്. കാരണം കുറേ കൂടി സങ്കീർണമായി. കാരണം JDU-വിൻ്റെ ബാധ്യത എന്നുള്ളത് കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഇവിടുത്തെ സംസ്ഥാന ഭരണം നിലനിർത്തുക, അങ്ങനെ രണ്ട് ഇരട്ട ബാധ്യത പിന്നെ JDU-വിനുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ BJP-ക്കും സഖ്യം ഭദ്രമായി നിലനിർത്തുക എന്നുള്ള ഒരു വലിയ ബാധ്യത BJP-ക്ക് മുകളിലുണ്ട്. പക്ഷേ ഇതിനുള്ളിൽ നടക്കുന്ന പിന്നെ ചില നീക്കങ്ങൾ നമുക്ക് പിന്നെ പുറമേ നിന്ന് വായിക്കുമ്പോൾ 2020 സമാനമായ ചില പിന്നെ അന്തർനാടകങ്ങൾ പിന്നെ NDAക്കുള്ളിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചർച്ചയായിട്ട് വരേണ്ടത്. കാരണം 2020 ഈ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം മുഖ്യമന്ത്രി എന്നുള്ള മുദ്രാവാക്യം BJP പതുക്കെ ഉയർത്താൻ തുടങ്ങിയ തിരഞ്ഞെടുപ്പാണ് 2020. നിതീഷ് അല്ല, ഇനി സ്വന്തം BJP-യുടെ മുഖ്യമന്ത്രി വരണം. അത് സ്വാഭാവികമായിട്ടും BJP എല്ലാ സംസ്ഥാനങ്ങളിലും സഖ്യകക്ഷികൾക്ക് നേരെ അല്ലെങ്കിൽ സഖ്യകക്ഷികളൊപ്പം പ്രയോഗിക്കുന്നൊരു തന്ത്രമാണ്. ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വന്തം പിന്നെ മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുക. അപ്പോൾ ആ ഒരു സാഹചര്യം 2020 മുതൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് 2020 പിന്നെ JDU ഏറെക്കുറെ പിന്നെ സീറ്റ് നില ശോഷിക്കുകയും നിതീഷ് ഏറെക്കുറെ ഒറ്റപ്പെടുകയും ചെയ്തു. അവസാനം മുഖ്യമന്ത്രി വോട്ട് കട്ടറായിട്ട് ചിരാഗ് പാസ്വാൻ ഉപയോഗിച്ചിരുന്നു. സീറ്റ് നില ഏറെക്കുറെ ഒപ്പമാക്കി. അതായത് BJP-ക്കും JDU-യും ഒരേ സീറ്റ് നിലയിലേക്ക് വന്നു. അതിൽ തന്നെ പിന്നെ JDU-വിൻ്റെ സീറ്റ് നില പിന്നെ ശോഷിക്കുകയാണെങ്കിൽ അവിടെ BJP-ക്ക് എമർജ് ചെയ്യാം എന്നുള്ളൊരു സങ്കല്പം പിന്നെ BJP-ക്കകത്തുണ്ട്. ഇക്കുറി സ്വന്തം പിന്നെ BJP മുഖ്യമന്ത്രി വരണം എന്നുള്ള ആഗ്രഹം BJP-ക്കുള്ളിലുണ്ട്. പക്ഷെ അത്ര പ്രായോഗികമല്ല അത് എന്നുള്ളതാണ് ഒരു പക്ഷേ നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് മനോട്ട് ചില പെർമ്യൂട്ടേഷൻസും കോമ്പിനേഷൻസും ഒക്കെ ഇവിടെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രി പദവിയിൽ നിതീഷ് എന്തായാലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചില്ലെങ്കിൽ അദ്ദേഹം അപ്പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകാം. അങ്ങനെ വരികയാണെങ്കിൽ മോദി ഭരണത്തിൻ്റെ സ്റ്റെബിലിറ്റി അത് ബാധിക്കുമോ? ബാലു, ഇത് നിതീഷ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ചുറ്റിയാണ് ബീഹാർ രാഷ്ട്രീയം കുറേ കാലമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏത് മുന്നണികൾക്കകത്തായാലും നിതീഷ് കുമാർ ഒരു വലിയൊരു രാഷ്ട്രീയ പിന്നെ വ്യക്തിയായിട്ട് നിലനിൽക്കുന്നു. കാരണം ഇപ്പോൾ മഹാസഖ്യത്തിനൊപ്പം പോയാലും അതോടൊപ്പം തന്നെ NDAയിലൊക്കെ ഒപ്പം തിരിച്ചു വന്നാലും പലവട്ടം ഇപ്പോൾ പാൽത്തുറാം എന്നുള്ള പേര് പിന്നെ നിതീഷിന് വീണത് തന്നെ ഈ കൂടുവിട്ട് കൂടുമാറുന്നത് കൊണ്ടാണ്. പക്ഷേ എവിടെ നിന്ന് കൂടുമാറിയാലും അവിടെ നിതീഷിനൊപ്പം അധികാരമുണ്ട് എന്നുള്ളത് വലിയൊരു സങ്കല്പമാണ്. കഴിഞ്ഞ 10-20 വർഷമായിട്ട് ബീഹാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിതീഷ് കുമാറിനെ ഒഴിവാക്കിക്കൊണ്ടൊരു രാഷ്ട്രീയം തൽക്കാലമെങ്കിലും പിന്നെ ബീഹാറിൽ ചിന്തിക്കാനായിട്ട് അത്ര എളുപ്പമല്ല. അത് BJP-ക്ക് വളരെ ആ യാഥാർത്ഥ്യം വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം BJP ക്യാമ്പിലും നിതീഷിനൊപ്പം നിൽക്കാവുന്നതോ അല്ലെങ്കിൽ നിതീഷിന് തൊട്ട് താഴെ നിൽക്കാവുന്നതായിട്ടുള്ള സംസ്ഥാന നേതാക്കളില്ല. ഇവിടുത്തെ സംസ്ഥാന നേതാക്കൾക്ക് അത്ര അധികം ജനപ്രിയതയോ വേരോട്ടവും ഇല്ല. ഒരുപക്ഷെ സുശീൽ കുമാർ മോദിക്ക് ഉണ്ടായിരുന്ന ജനസമ്മതി ഈ പുതിയ തലമുറ പിന്നെ BJP നേതാക്കൾക്ക് പിന്നെ ബീഹാറിലില്ല. അതുകൊണ്ട് ബീഹാറിൽ നേതൃക്ഷാമമുണ്ട്. അപ്പോൾ നിതീഷ് കുമാറിനെ പിന്താങ്ങിക്കൊണ്ട് മാത്രമേ താൽക്കാലികമായിട്ടെങ്കിലും ഇവർക്ക് BJP-ക്ക് നിലനിൽക്കും. അതുകൊണ്ടായിരിക്കും മോദി തന്നെ നേരിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി നിതീഷ് ആയിരിക്കും മുഖ്യമന്ത്ര മുഖ്യമന്ത്രി എന്ന് പറയാനുള്ള കാര്യമല്ലേ? അമിത്ഷാ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, അതായത് ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് ചോദിച്ചപ്പോൾ അത് നിയമസഭാ കക്ഷി അംഗങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം നിശ്ചയിക്കുമെന്നാണ്. അതൊരു വലിയൊരു വിവാദത്തിനും ആശയക്കുഴപ്പത്തിനും ഒക്കെ കാരണമായി. അത് പ്രതിപക്ഷ പാർട്ടികൾ ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ടുകൂടിയാണ് കുറെ കൂടി വ്യക്തത വരുത്തിക്കൊണ്ട് പിന്നെ നിതീഷ് കുമാർ തന്നെയായിരിക്കും നയിക്കുക എന്ന് ഒരു പ്രഖ്യാപനം പിന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിനകത്തുള്ള രാഷ്ട്രീയ വസ്തുത നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ജനസമ്മതിയുള്ള ഒരു നേതാവ് എന്ന നിലയിൽ
ഇപ്പോൾ നിതീഷ് കുമാറാണ് പിന്നെ ഇരുമുന്നണികൾക്കും മുന്നിൽ നിലനിൽക്കുന്ന പിന്നെ വിഷയം. അത് ജനസമ്മതിയൊക്കൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയം ഒരു ഘടകമല്ലേ? കാരണം നിതീഷ് പിന്തുണ പിൻവലിക്കുകയാണെങ്കിൽ പിന്നെ TDPയുടെ മാത്രം ഒരു കേവല ഭൂരിപക്ഷത്തിന് TDPയുടെ മാത്രം ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് വരും. അതൊരു വസ്തുത തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു JDU പിന്നെ JDUമായി തർക്കമുണ്ടായി കഴിഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവിടെയാണ് പ്രായോഗിക രാഷ്ട്രീയം പിന്നെ പ്രവർത്തിക്കുക. പ്രായോഗിക രാഷ്ട്രീയം പ്രവർത്തിച്ചുകൊണ്ട് ഇതിനൊപ്പം നിർത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ 2020 സീറ്റ് നില ശോഷിച്ചപ്പോൾ പിന്നെ നിതീഷ് കുമാർ 5 ദിവസത്തോളം മുഖ്യമന്ത്രി പദത്തിലേക്ക് പിന്നെ ഏറ്റെടുക്കാൻ തയ്യാറാവാതിരിക്കുകയും അതിനെ ചൊല്ലി ചർച്ച നടക്കുകയും പിന്നെ കേന്ദ്ര നേതൃത്വം BJPയുടെ കേന്ദ്ര നേതൃത്വം ഇടപെടുകയൊക്കെ ചെയ്തിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നിതീഷിനെ പിണക്കിക്കൊണ്ടൊരു രാഷ്ട്രീയവുമായിട്ട് മുന്നോട്ട് പോകാൻ തൽക്കാലം BJPക്ക് സാധിക്കില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നേതൃക്ഷാമം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതിനകത്തുണ്ട് BJPക്ക് അകത്ത്. അതുകൊണ്ട് നിതീഷ് കുമാറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഇലക്ഷനെ അവർ നേരിടാൻ പോകുന്നതും. തുടർന്നൊരു വിജയമുണ്ടാവുകയാണെങ്കിൽ സർക്കാരുമായിട്ട് മുന്നോട്ട് പോകുമെങ്കിലും താൽക്കാലികമായിട്ടെങ്കിലും നിതീഷ് കുമാർ ആയിരിക്കും സാധ്യത. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്: ഏറ്റവും വലിയ ഒറ്റക്കക്ഷി അല്ല എങ്കിൽ കൂടിയും NDAക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ നിതീഷ് തന്നെയായിരിക്കും മുഖ്യമന്ത്രി. കാരണം നിതീഷിന് എത്രത്തോളം BJP ആവശ്യമുണ്ടോ അതിൻ്റെ 10 മടങ്ങാണ് BJPക്കും മോദിക്കും നിതീഷിന് ആവശ്യമെന്നതാണ് യാഥാർത്ഥ്യം.